മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. 2024 വർഷത്തെ ഓരോ കൂറുകാരുടെയും പൊതുവായ ഫലത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് കുംഭക്കൂറുകാരുടെ ഈ 2024 വർഷത്തെ ഗുണദോഷ ഫലത്തെക്കുറിച്ചാണ്. കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ, അതായത് 3-4 പാദങ്ങൾ, ചതയം പൂരുരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ്. അപ്പോൾ ഈ നക്ഷത്രങ്ങളെല്ലാം ശനീശ്വര ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങളുമാണ്. ഇപ്പോൾ കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ, ആദ്യ പാദങ്ങൾ മകരക്കൂറിലാണ്, അവസാനത്തെ 2 പാദങ്ങൾ കുംഭക്കൂറിലുമാണ്. അപ്പോൾ അവിട്ടം അവസാനത്തെ 2 പാദങ്ങൾ, ചതയം പൂരുരുട്ടാതിയുടെ 3/4 ഭാഗം, അതായത് 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ്. അപ്പോൾ ഈ നക്ഷത്രത്തിൽ വരുന്നവർക്ക് 2024 പൊതുവായി വരുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് പ്രേക്ഷകരോട് എന്നും പറയുന്നത് പോലെ തന്നെ പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. 2024 വർഷം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് ശുഭകരമാണെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഏഴരകണ്ഠ ശനി കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രവുമല്ല, ഏഴരകണ്ഠ ശനിയിലെ ഏറ്റവും കഠിനമായ ജന്മശനി കാലഘട്ടത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജന്മശനി കാലഘട്ടത്തിൽ ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ, ഏറ്റവും കഷ്ടം നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അനുഭവത്തിൽ വന്നു ചേരുന്നതായിരിക്കും ഭൂരിപക്ഷം പേരിലും എന്നുള്ളതാണ്. അതായത് സാമ്പത്തിക മാനസിക ക്ലേശങ്ങളോടൊപ്പം തന്നെ രോഗാതുരമായ അവസ്ഥകൾ, ജോലിസ്ഥലത്ത് സ്ഥിരതയില്ലായ്മ, ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫറുകൾ, അതുപോലെ ജോലി ലഭിക്കേണ്ടവർക്ക് അടുത്തെത്തിയിട്ടും അത് ലഭിക്കാതിരിക്കുക, വിവാഹ തടസ്സം എന്ന് വേണ്ട ജീവിതത്തിലെ പല പ്രതിസന്ധികളും ഈ കാലഘട്ടത്തിൽ അനുഭവവേദ്യമായി തീരും എന്നുള്ളതാണ് ഒരു വസ്തുത. പലരും ഹോസ്പിറ്റലൈസ് ആകുക, ദീർഘകാലം ഹോസ്പിറ്റലിൽ കഴിയേണ്ട ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുക, അല്ലാത്തവർക്ക് പലതരം രോഗങ്ങളും പീഡകളും സാമ്പത്തിക ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരിക എന്നിവയൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാം. കാരണം ഏഴരകണ്ഠ ശനി തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അതിൽ ഏറ്റവും കാഠിന്യമേറിയ ജന്മശനിയുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായതുകൊണ്ട് തന്നെ ദോഷം അല്പം കൂടിയിരിക്കുമെന്ന് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നേരെ മറിച്ച് എല്ലാവർക്കും ആ ഫലം വരണമെന്നുമില്ല. ഗ്രഹനില വളരെ അനുകൂലമായിട്ടുള്ളവർക്ക്, എന്ന് വെച്ചാൽ ശനിയും വ്യാഴവും മറ്റ് ഗ്രഹങ്ങളുമൊക്കെ ഉച്ചന്മാരായിട്ടും സ്വക്ഷേത്ര ബലവാന്മാരായിട്ടും ഒക്കെ നിൽക്കുകയോ അതിശ്രേഷ്ഠമായ യോഗങ്ങളൊക്കെ ഉള്ളവരോ ആണെങ്കിൽ ഈ പറഞ്ഞ ദോഷവശങ്ങൾ പൂർണ്ണമായി അനുഭവിക്കേണ്ടി വരില്ല. എങ്കിൽ പോലും പലതരത്തിലുള്ള മാനസിക ക്ലേശങ്ങളും തൊഴിൽ ഇടങ്ങളിലും മറ്റും അനുഭവിക്കേണ്ട പീഡകളും, രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മാനഹാനിയും തെരഞ്ഞെടുപ്പിൽ പരാജയങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിൽ നേരിടേണ്ടതായിട്ട് വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ദോഷവശങ്ങൾ ഗ്രഹനില അനുകൂലമായിട്ടുള്ളവർക്ക് അല്പം കുറഞ്ഞിരിക്കും എന്നുള്ളത് മാത്രമാണ് ഒരു ഭാഗ്യം. അല്ലാതെ നോക്കുമ്പോൾ പലതരത്തിലുള്ള പീഡകളും അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും. അതാണ് ജന്മശനിയുടെ ഏറ്റവും കാഠിന്യമേറിയ ഒരു ദോഷവശം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ
വിവാഹത്തിൽപ്പെട്ടവർക്കും ഈ വർഷം എങ്ങനെയായിരിക്കും എന്ന് നോക്കിയാൽ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ വരെ അത്ര നല്ലൊരു അവസ്ഥയുടെ ആയിരിക്കത്തില്ല കടന്നു പോകുന്ന. വളരെയേറെ കഷ്ടപ്പെട്ട് പഠിച്ചെങ്കിലും ഉന്നതമായ മാർക്ക് വാങ്ങാൻ കഴിയുകയുള്ളൂ. ഉപരിപഠനത്തിനുമൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ മെയ് മാസത്തിന് ശേഷം അതിനുവേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വ്യാഴം 3-ാം ഭാവത്തിലാണ് മെയ് വരെ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് വ്യാഴത്തിൻ്റെ പ്രീതിയും ലഭിക്കുന്നതല്ല. മെയ് മാസത്തോടുകൂടി വ്യാഴം മാറ്റം സംഭവിക്കുന്നത് കൊണ്ട് അടുത്ത രാശിയിലേക്ക് വ്യാഴം മാറുന്നുണ്ട്. 3-ാം ഭാവത്തിലെ ആ ദോഷവശം മാറിക്കിട്ടുന്നതും അതിനുശേഷം ഗുണഫലങ്ങൾ പൂർണ്ണമായും ലഭിച്ചില്ലെങ്കിലും ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന പീഡകൾക്കും യാതനകൾക്കും കഷ്ടനഷ്ടങ്ങൾക്കും ഒക്കെ ഒരു പരിഹാരമാകുന്നതുമായിരിക്കും. അപ്പോൾ വിദേശത്ത് ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർ ഏപ്രിലിന് ശേഷം ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ വിദഗ്ധമായ ഉപദേശങ്ങൾ തേടി പോകുന്ന സ്ഥലത്തെക്കുറിച്ചും ചേരുന്ന കോഴ്സിനെക്കുറിച്ചുമൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം പൂർണ്ണമായിട്ടും ഒരു കോഴ്സിൽ വിദേശ രാജ്യങ്ങളിൽ പോയി ഉപരിപഠനത്തിന് ചേരാൻ ഈ കൂറിൽപ്പെട്ടവർ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ മെയ് മാസത്തിന് ശേഷം ഇതുവരെ അനുഭവിച്ചിരുന്ന കഷ്ടനഷ്ടങ്ങൾക്കും ജോലിയിൽ നഷ്ടം സംഭവിച്ചവർക്ക് ജോലി ലഭിക്കുന്നതിനും അതുപോലെ ജോലിക്ക് അഡ്വൈസ് മെമ്മോ ഒക്കെ വരാൻ കാത്തിരിക്കുന്നവർക്ക് മെയ്ക്ക് ശേഷമാണ് ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് ട്രാൻസ്ഫറും പ്രൊമോഷനും ഒക്കെ മെയ്ക്ക് ശേഷം ലഭിക്കുന്നതായിരിക്കും. എന്നിരുന്നാലും സാമ്പത്തിക ക്ലേശങ്ങളും മാനസിക ക്ലേശങ്ങളും ഒക്കെ പൂർണ്ണമായും വിട്ടുമാറുകയില്ല ജന്മശനി കാലത്ത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. കർഷകർക്കും കലാകാരന്മാർക്കൊക്കെ ഇപ്പോൾ അത്ര നല്ല സമയമല്ല. മെയ്ക്ക് ശേഷം അനുകൂലമായ ഒരു സമയം വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീട് പണിയൊക്കെ മുടങ്ങിക്കിടക്കുന്നവർക്ക് മെയ്ക്ക് ശേഷം അത് തുടർന്നു കൊണ്ടുപോകുന്നതിനും പിന്നീട് അത് പൂർത്തിയാക്കുന്നതിനും കഴിയുന്നതായിരിക്കും. വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ മെയ് മാസത്തിന് ശേഷം, ശരിക്കും പറഞ്ഞാൽ അടുത്ത സെപ്റ്റംബറോട് കൂടിയൊക്കെ നടക്കുന്നതായിരിക്കും. അതുവരെയൊക്കെ അത്ര നല്ല ഭാവത്തിലൂടെ കടന്നു പോകാൻ പ്രയാസമായതുകൊണ്ട് തന്നെ അടുത്ത സെപ്റ്റംബറോട് കൂടിയൊക്കെ വിവാഹം മുടങ്ങിക്കിടക്കുന്നവരുടെ വിവാഹം നടക്കാൻ വളരെയേറെ സാധ്യതകളുണ്ട്. പിന്നീട് സാമ്പത്തികമായിട്ട് വളരെയേറെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ബിസിനസ്സുകാരും മറ്റ് കച്ചവടക്കാരികളും എല്ലാം എന്ന് പറയാം. കാരണം ഈ ജന്മശനി കാലത്ത് പല ബിസിനസ്സുകളും പരാജയത്തിലായിരിക്കും. പലരും നിർത്തേണ്ട അവസ്ഥ വന്നു ചേർന്നിട്ടുണ്ടാവും. അവർക്കൊക്കെ മെയ് മാസം മുതൽ ഒരു മാറ്റം വന്നു തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ആശുപത്രിവാസം, രോഗാതുരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ മെയ് മുതൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്നതും ഇതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും മോശമായ അവസ്ഥയ്ക്ക് കാര്യമായ ഒരു മാറ്റം മെയ് മുതൽ സംഭവിക്കുന്നതായിരിക്കും. മെയ് മുതൽ പിന്നീട് അങ്ങോട്ട് സമയം ക്രമേണ നന്നായി വരികയും വ്യാഴത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതും ശനിയുടെ ദോഷത്തിന് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാകുന്നതും ആയിരിക്കും. അപ്പോൾ ഈ ദോഷവശങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാവുന്നത് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക, ശനീശ്വര മന്ത്രങ്ങൾ ചൊല്ലുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ചെയ്യാവുന്നത് പ്രധാനമായിട്ട്. അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിലോ ശബരിമല പോകാൻ കഴിയുന്നവർക്ക് ശബരിമലയോ ഒക്കെ പോയി അയ്യപ്പ ദർശനം നടത്തുകയും വേണ്ട വഴിപാടുകൾ ചെയ്യാവുന്നതുമാണ്. അല്ലെങ്കിൽ അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം ശനിയാഴ്ച ദിവസങ്ങളിൽ വഴിപാടായി നടത്തുന്നതും നന്നായിരിക്കും. അതുപോലെ തന്നെ ശിവപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ശിവപഞ്ചാക്ഷരി മന്ത്രങ്ങൾ ചൊല്ലുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും വളരെയേറെ ഗുണകരമായിരിക്കും. രോഗത്തിൻ്റെ അവസ്ഥകൾക്കൊക്കെ കാഠിന്യം കുറയുന്നതിന് മരുന്നിനോടൊപ്പം മന്ത്രജപവും ഉത്തമമായിരിക്കും എന്നുള്ളത് കൊണ്ട് ശിവപഞ്ചാക്ഷരി മന്ത്രങ്ങൾ ജപിക്കുന്നത് നന്നായിരിക്കും. ഒപ്പം സാമ്പത്തിക ക്ലേശങ്ങൾ മാറാൻ മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിലും ദർശനവും വഴിപാടുകളും നടത്തുന്നതും ഒക്കെ നന്നായിരിക്കും. ഇപ്പോൾ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പാൽപായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുക, വിഷുവിനെ പ്രീതിപ്പെടുത്തുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക എന്നീ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോയാൽ
മാനസികമായ സന്തോഷങ്ങളും ഒരു പരിധി വരെയൊക്കെ ഗുണകരമായ അനുഭവങ്ങളും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തു തന്നെയായാലും ഏപ്രിൽ വരെ ഗുണദോഷ സമ്മിശ്രം ആണ് എന്ന് പറയാം. അതിൽ ദോഷാധിക്യമുള്ള ഒരു കാലഘട്ടമാണ് ഏപ്രിൽ വരെ എന്ന് പറയാം. മെയ്ക്ക് ശേഷം കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും ആയിരിക്കും. എന്തു തന്നെ ആയിരുന്നാലും ജന്മശനി കാലഘട്ടമാണെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നത് ആയിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. മെയ് മുതൽ ക്രമേണ സമയം അനുകൂലമായി വരികയും എല്ലാ കാര്യങ്ങളിലും ഒരു പുരോഗതി ദൃശ്യമാകുകയും ചെയ്യുന്നത് ഓരോരുത്തർക്കും മനസ്സിലാക്കാനും കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒപ്പം ഓരോരോ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ ചെയ്യുന്നവർ അവയൊക്കെ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുക. അങ്ങനെയൊക്കെ ചെയ്താൽ ദോഷാധിക്യം കുറയുകയും ഒരു പരിധിവരെ ഗുണം ഏറിയിരിക്കുകയും ചെയ്യും. അപ്പോൾ കുംഭക്കൂറിൽപ്പെട്ട എല്ലാവർക്കും 2024 വർഷം ഗുണകരമാകട്ടെ. ദോഷവശങ്ങൾ കുറഞ്ഞ് എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭാപ്തി വിശ്വാസവും ഏറ്റവും ഗുണകരമായൊരവസ്ഥ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു വിഷയവുമായി കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.